ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണ് പറഞ്ഞത്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അതിനകത്ത് ടൈം കോംപ്ലക്സിറ്റീസ് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളതാണ്. അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ലോവർ ആയിട്ടുള്ളത് ബിഗ് O ഓഫ് 1. ആ ബിഗ് O ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റിൻ്റെ ഓർഡർ അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി ആണ് ബിഗ് O ഓഫ് 1 അല്ലെങ്കിൽ തീറ്റ ഓഫ് 1 അല്ലെങ്കിൽ ഓം ഓഫ് 1 എന്നൊക്കെ ഒമേഗ ഓഫ് 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏറ്റവും ചെറുത്. അപ്പോൾ അത് നമുക്കിപ്പോൾ എൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 500 എന്ന് വന്നാലും 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഓർഡർ എഴുതുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് അതിനെ എപ്പോഴും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിഗ് O ഓഫ് 1 എന്നായിരിക്കും. ഓക്കെ, ദെൻ അതിനേക്കാൾ കുറച്ചുകൂടി വലിയ വാല്യൂസ് അല്ലെങ്കിൽ വലുതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, വാല്യൂസ് വലുതാവുന്നതാണ് ബിഗ് O ഓഫ് ലോഗ് എൻ എന്ന് പറയുന്നത്. അതിനേക്കാൾ വലുതായിരിക്കും ബിഗ് O ഓഫ് എൻ. എൻ എന്ന് പറയുമ്പോൾ പോളിനോമിയൽ വിത്ത് ഡിഗ്രി 1. ദെൻ അതിനേക്കാൾ വലുതാണ് ബിഗ് O ഓഫ് എൻ ലോഗ് എൻ. ഇത് ഞാനിപ്പോൾ ഓയുടെ അല്ലെങ്കിൽ ബിഗ് Oയുടെ കേസിൽ പറയുന്നെങ്കിലും നമ്മൾ തീറ്റ ആണെങ്കിലും ബിഗ് ഒമേഗ ആണെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് O ഓഫ് n സ്ക്വയർ. n സ്ക്വയർ എന്ന് പറയുമ്പോൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി 2. ദെൻ ബിഗ് O ഓഫ് n ക്യൂബ്, പോളിനോമിയലിൻ്റെ ഡിഗ്രി 3. ദെൻ ബിഗ് O ഓഫ് 2 raised to n. 2 raised to n എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പോണൻഷ്യൽ ഫോം. ദെൻ ബിഗ് O ഓഫ് n ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഒരു വാല്യൂവിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2ൻ്റെ എക്സെട്ര 1 വരെയാണ് വരിക. അതിന് വാല്യൂസ് എത്ര കൊടുക്കുന്നോ അതനുസരിച്ചായിരിക്കും എൻ്റെ ഡിഗ്രീസ് വരിക. അപ്പോൾ അത് എപ്പോഴും നമ്മുടെ ഫാക്ടോറിയൽ എപ്പോഴും നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ വാല്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബിഗ് ഓർഡർ ഓഫ് അല്ലെങ്കിൽ ബിഗ് O ഓഫ് n ഫാക്ടോറിയൽ. ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ടൈമിംഗ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ബിഗ് O ഓഫ് 1 ആയിരിക്കും. ദെൻ നേരെ ഡേറ്റ സ്ട്രക്ചറിനകത്ത് ഒരുപാട് സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗോരിതംസ് പഠിച്ചിട്ടുണ്ട്. മേജർ സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗോരിതംസ് ആണ് ഇതിൽ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ബൈനറി സെർച്ച്, ലീനിയർ സെർച്ച്, ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, ബബിൾ സോർട്ട്, ഹീപ്പ് സോർട്ട് ആൻഡ് സെലക്ഷൻ സോർട്ട്. ഇതെല്ലാം നിങ്ങൾ ഡേറ്റ സ്ട്രക്ചറിനകത്ത് പഠിച്ചതാണ്. ആ ഒരു ടേബിൾ വരച്ച് നിങ്ങൾ ഈ ഡേറ്റ സ്ട്രക്ചറിനകത്ത് ഏതാണ് ബൈനറി സെർച്ചിൻ്റെ ടൈം കോംപ്ലക്സിറ്റി, എന്താണ് ലീനിയർ സെർച്ചിൻ്റെത്, എന്താണ് ബബിൾ സോർട്ടിൻ്റെ, ഇതെല്ലാം നിങ്ങൾ അതിനകത്തൊരു ടേബിൾ വരച്ച് പഠിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഇതെല്ലാം എങ്ങനെ വന്നു എന്നുള്ളതാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് റെക്കറൻസ് റിലേഷൻസ്. ഒരു റിക്കേഴ്സീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിയിൽ പഠിച്ചിട്ടുണ്ട്. റിക്കേഴ്സീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫങ്ഷൻ അതിനെ തന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് റിക്കേഴ്സീവ് ഫങ്ഷൻസ്. ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും റെക്കറൻസ് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഫങ്ഷൻ അതിനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഫങ്ഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് സോൾവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നതാണ് റെക്കറൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ റെക്കറൻസ് റിലേഷൻസ്. എപ്പോഴും നമ്മൾ റെക്കറൻസ് റിലേഷൻസ് എഴുതുമ്പോൾ T ഓഫ് n എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എഫ് ഓഫ് n ആണ് ടൈം കോംപ്ലക്സിറ്റിയും S ഓഫ് n ആണ് സ്പേസ് കോംപ്ലക്സിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ ഇതുവരെ യൂസ് ചെയ്തത്. സാധാരണ രീതിയിൽ നമ്മൾ റെക്കറൻസ് റിലേഷൻസ് അല്ലെങ്കിൽ റെക്കറൻസ് ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് T, ക്യാപിറ്റൽ T ഓഫ് n എന്ന രൂപത്തിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് T ഓഫ് n എന്ന് എഴുതിയാൽ കൺഫ്യൂഷൻ വേണ്ട. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച എഫ് ഓഫ് n, ദാറ്റ് ഇസ് ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ ആ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ടൈം കോംപ്ലക്സിറ്റിയുടെ ഒരു റെക്കറൻസ് ഇക്വേഷൻസ് നമുക്ക് കിട്ടും, റെക്കറൻസ് ഫോർമുല കിട്ടും. ആ റെക്കറൻസ് ഫോർമുല വെച്ച് നമ്മൾ റെക്കറൻസ് ഇക്വേഷൻ എഴുതും. ദെൻ ആ റെക്കറൻസ് ഇക്വേഷനെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ബിഗ് O ഓഫ് n ആണോ, ബിഗ് O ഓഫ് n സ്ക്വയർ ആണോ, ബിഗ് O ഓഫ് 1 ആണോ, ബിഗ് O ഓഫ് log n ആണോ എന്നുള്ളതിലേക്ക് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി.
ഓക്കെ. അപ്പോൾ റിക്കേഴ്സൺ അല്ലെങ്കിൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ റിക്കേഴ്സീവ് ഫംഗ്ഷൻസിൻ്റെ ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു ഫംഗ്ഷനിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ മൊത്തത്തിലുള്ള ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതൊരു റെക്കറൻസ് റിലേഷൻസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ റെക്കറൻസ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് ബിഗ് ഒ ഓഫ് എൻ ആണോ, ബിഗ് ഒ ഓഫ് എൻ സ്ക്വയർ ആണോ, ബിഗ് ഒ ഓഫ് ലോഗ് എൻ ആണോ, ബിഗ് ഒ ഓഫ് എൻ ലോഗ് എൻ ആണോ, അങ്ങനെ ഏത് ഫോമാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ജോലിയാണ് നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡാണ്. ഐട്രേഷൻ മെത്തേഡ് അല്ലെങ്കിൽ റിക്കേർഷൻ മെത്തേഡ് എന്നാണ് ഈ മെത്തേഡിനെ പറയുന്നത്. ഒരു ഫംഗ്ഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുക, ആ റെക്കറൻസ് ഇക്വേഷനെ സോൾവ് ചെയ്ത് ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഒയിലോ എന്നിലോ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് റിക്കറൻസ് ഇക്വേഷൻസ് അല്ലെങ്കിൽ റിലേഷൻസ്. അത് നമ്മുടെ ഫസ്റ്റ് മെത്തേഡാണ്. നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ടൈം കോംപ്ലക്സിറ്റി 3 രീതിയിൽ കണ്ടുപിടിക്കാം. അതിൽ ബാക്കിയുള്ള മെത്തേഡ്സ് എല്ലാം നമ്മൾ അടുത്ത മൊഡ്യൂൾസുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. നമ്മൾ ഇതിനകത്ത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് മെത്തേഡ് റിക്കേഴ്സീവ് മെത്തേഡാണ്. അപ്പോൾ റിക്കേഴ്സീവ് മെത്തേഡിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് പോലെ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്ന ഫങ്ഷൻസ് എക്സാമ്പിളായിട്ട് വരുമ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് എന്നുള്ളതാണ് റെക്കറൻസ് ഇക്വേഷൻസ് പറയുന്നത്. ഓക്കെ. അതിൽ ഫസ്റ്റ് ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. വോയിഡ് ടെസ്റ്റ് എന്നാണ് ആ ഫംഗ്ഷൻ്റെ പേര്. ഇൻഡ് എൻ. ഓക്കെ. ഇൻഡ് എൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എഴുതിയേക്കുന്നത് ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ എൻ പ്രിൻ്റ് ചെയ്യണം. വീണ്ടും ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് -1 വീണ്ടും അതിനെ കോൾ ചെയ്യും. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിന് 0 ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല. n = 0 ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ n എപ്പോഴും 0യേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ വോയിഡ് ടെസ്റ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് 3 > 0 ആണോ എന്ന് നോക്കും. 3 > 0 ആണെങ്കിൽ 3 പ്രിൻ്റ് ചെയ്യിക്കും. അതുപോലെ ടെസ്റ്റ് 2 വിളിക്കും. ടെസ്റ്റ് 2 ചെയ്യുമ്പോൾ 2 > 0 ആണോ എന്ന് നോക്കും. ആണെങ്കിൽ 2 പ്രിൻ്റ് ചെയ്യിക്കും. അടുത്തത് എന്ത് ചെയ്യും? ടെസ്റ്റ് 1 കോൾ ചെയ്യും. ടെസ്റ്റ് 1 സമയത്ത് 1 > 0 ആണ്. 1 പ്രിൻ്റ് ചെയ്യിക്കും. ദെൻ അടുത്തത് എന്താണ്? എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 കുറയും. ദാറ്റ് ഈസ് ടെസ്റ്റ് 0. ടെസ്റ്റ് 0 വിളിച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യത്തില്ല. കാരണം n > 0 ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വർക്കിംഗ് മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ ഞാനിവിടെ n > 0 ആകുമ്പോൾ എന്ന് പറയുന്നതിന് ടൈം കോംപ്ലക്സിറ്റി കൊടുക്കുന്നില്ല. ഇതൊരു
കണ്ടീഷൻ ചെക്കിംഗ് ആണ് ഇത്. കണ്ടീഷൻ ചെക്കിങ്ങിന് ഞാനിപ്പോൾ 1 ടൈം ആണ് അതിനെടുക്കുന്നതെന്ന് വിചാരിക്കുക. ആ 1 ടൈം എടുത്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കത്തില്ല, നമ്മുടെ കറസ്പോണ്ടിങ് അതിനകത്ത് വാല്യൂസ് ചേഞ്ച് വരുന്നില്ല. കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതിനകത്ത് 1 എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും എടുക്കുക. 2, 3, 4, 5, 6 എങ്ങനെ എനിത്തിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻറ്റ് 1 എന്നുള്ളതാണ് എഴുതുക. അപ്പോൾ ഞാനിവിടെ 1 എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നില്ല. എടുത്താലും കുഴപ്പമില്ല, നമ്മളതിൽ ചെയ്തു വരുമ്പോഴത്തേക്ക് അത് 1 തന്നെയായിട്ട് മാറ്റിയിട്ടായിരിക്കും ചെയ്യുക. ദെൻ ഇത് എത്ര പ്രാവശ്യം പ്രിൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്രിൻ്റ് ചെയ്യുന്നത് നമുക്ക് n ആണ് പ്രിൻ്റ് ചെയ്യിക്കേണ്ടുന്നത്. n എന്ന് പറയുന്നത് n-1 ടൈംസ് നമുക്ക് പ്രിൻ്റ് ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ പ്രിൻറ്റിങ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആയിരിക്കും എടുക്കുക. പ്രിൻ്റ് എടുക്കുന്നത് 1 യൂണിറ്റ്. ദെൻ ടെസ്റ്റ് n-1 എന്ന് പറയുന്നത് n-1 പ്രാവശ്യം നമുക്ക് എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 1 യൂണിറ്റ് ഓഫ് ടൈം എടുക്കുന്നുണ്ട്. നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് n-1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ റെക്കറൻസ് ഇക്വേഷൻ എടുക്കുന്നത് എപ്പോഴും t ഓഫ് n എന്നുള്ള രീതിക്കാണ്. t ഓഫ് n ആണ് റെക്കറൻസ് ഇക്വേഷൻ, സെയിം ആസ് നമ്മൾ ഇത്രയും നേരം ചെയ്ത f ഓഫ് n. ഓക്കെ, f ഓഫ് n-ന് സെയിം തന്നെയാണ് നമ്മുടെ റെക്കറൻസ് t ഓഫ് n എന്ന് പറയുന്നത്. ഇവിടെ തൊട്ട് അങ്ങോട്ട് നമ്മൾ t ഓഫ് n എന്ന് പറയുന്നതാണ് ടൈം ഫംഗ്ഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ടി ഓഫ് n എന്ന് പറയുന്നത് ഇതിൻ്റെ 1-ഉം ഇതിൻ്റെ n-1-ഉം കൂടി ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ ടി ഓഫ് n എന്ന് പറയുന്നത്. അപ്പോൾ ടി ഓഫ് n ഇസ് ഈക്വൽ ടു ടി ഓഫ് n-1 പ്ലസ് 1. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻ ഇഫ് എടുക്കുന്നില്ല. ഇഫ് ഒരു കണ്ടീഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ടി ഓഫ് n പ്ലസ് 2 എന്ന് പറയും. ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയി. കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ എപ്പോഴും നമ്മൾ 1 വെച്ചായിരിക്കും റീപ്ലേസ് ചെയ്ത് നമ്മുടെ റെക്കറൻസ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ 2 വന്നു കഴിഞ്ഞാലും 3 വന്നു കഴിഞ്ഞാലും 1 വന്നു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കേസിൽ ഞാൻ ഇഫ് കണ്ടീഷന് 1 എന്ന് പറയുന്നത് കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ എൻ്റെ ടോട്ടൽ tn ഇസ് tn-1 പ്ലസ് 1. ഓക്കെ, ഇതാണ് ഞാൻ അതിൻ്റെ ടോട്ടൽ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ്റെ ടോട്ടൽ ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ഞാൻ അതിൻ്റെ റെക്കറൻസ് ഇക്വേഷൻ എഴുതുകയാണ്. റെക്കറൻസ് ഇക്വേഷൻ ടി ഓഫ് n എന്ന് പറയുന്നത് n ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷനിൽ എനിക്ക് 1 ആയിരിക്കും. n ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് ടി ഓഫ് n-1 പ്ലസ് 1 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. കാരണം എനിക്ക് n-1 എന്ന് പറയുന്നത് ഞാനിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ടി ഓഫ് n-1 ഈ പ്ലസ് 1 എന്ന് പറയുന്നത് പ്രിൻ്റ് എഫിൻ്റെതാണ് പ്ലസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കണ്ടീഷനിൽ എൻ്റെ ടി ഓഫ് n എന്ന് പറയുന്നത് ടി ഓഫ് n-1 പ്ലസ് 1-ഉം n ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എൻ്റെ ടി ഓഫ് n-ൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഞാൻ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിനകത്ത് എനിക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടി. n ഈക്വൽ ടു 0 ആവുമ്പോൾ 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടി. അപ്പോൾ അതേപോലെ എനിക്ക് ഇതിനെയും ഏതെങ്കിലും n-ൻ്റെ ടേംസിൽ, ഇപ്പോൾ ടി ഓഫ് n-1-ൻ്റെ ടേംസിലാണ് കിടക്കുന്നത്, അതിനെ എനിക്ക് n-ൻ്റെ ടേംസിലെങ്കിലും കൊണ്ടുവരണം. എന്നാലേ എനിക്ക് ഓർഡർ ഓഫ് അല്ലെങ്കിൽ ബിഗ് O ഓഫ് അല്ലെങ്കിൽ തീറ്റ ഓഫ് അല്ലെങ്കിൽ ഒമേഗ ഓഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിലേക്ക് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ രണ്ടാമത്തെ ഇതിനെ ഞാൻ സോൾവ് ചെയ്യാണ്. സോ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സോൾവിങ് ടി ഓഫ് n എന്ന് പറയുന്നത് എന്തെന്നാണ് പറഞ്ഞത്? ടി ഓഫ് n ഇസ് ഈക്വൽ ടു എൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ടി ഓഫ് n-1 പ്ലസ് 1. ഇങ്ങനെയാണ് എൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ടി ഓഫ് n-1-ന് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതെനിക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടി ഓഫ് n-1 പ്ലസ് 1 ആണെങ്കിൽ ടി ഓഫ് n-2 എന്തായിരിക്കും? ടി ഓഫ് n-2
n മൈനസ് 1 എന്തായിരിക്കും? ടി ഓഫ് n മൈനസ് 1. ടി ഓഫ് n എന്ന് പറയുന്നത് ടി ഓഫ് n മൈനസ് 1 പ്ലസ് 1 ആണെങ്കിൽ ടി ഓഫ് n മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി ഓഫ് n മൈനസ് 2 പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, ടി ഓഫ് n മൈനസ് 2 പ്ലസ് 1. അപ്പോൾ എൻ്റെ ടി ഓഫ് n മൈനസ് 1ന് എന്ത് വാല്യൂ? ടി ഓഫ് n മൈനസ് 2 പ്ലസ് 1. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് ടി ഓഫ് n ഇസ് ഈക്വൽ ടു ടി ഓഫ് n മൈനസ് 2 പ്ലസ് 1 പ്ലസ് 1. പ്ലസ് 1 നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പ്ലസ് 1 ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടി ഓഫ് n ഇസ് ഈക്വൽ ടു ടി ഓഫ് n മൈനസ് 2 പ്ലസ് 2. ഇനി എനിക്ക് വീണ്ടും ടി ഓഫ് n മൈനസ് 2ന് സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഞാനത് ടി ഓഫ് n മൈനസ് 2 കാൽക്കുലേറ്റ് ചെയ്യും. ടി ഓഫ് n മൈനസ് 2 ടി ഓഫ് n ആയിരുന്നപ്പോൾ n മൈനസ് 1 പ്ലസ് 1 ആയിരുന്നു. n മൈനസ് 1 ആയപ്പോൾ n മൈനസ് 2 പ്ലസ് 1 ആയി. അപ്പോൾ n മൈനസ് 2 ആവുമ്പോൾ അടുത്ത് എന്തായിരിക്കും? ടി ഓഫ് n മൈനസ് 3 പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഞാനത് അവിടെ അപ്ലൈ ചെയ്യുന്നു. ടി ഓഫ് n മൈനസ് 3 പ്ലസ് 1 ഈ പ്ലസ് 2 ഇതിൻ്റെ മുകളിലുള്ളതാണ്. സോ പ്ലസ് 2 ആകുമ്പോൾ ടി ഓഫ് n മൈനസ് 3 പ്ലസ് 3. അപ്പോൾ എനിക്കിതിങ്ങനെ റിപ്പീറ്റ് ഞാൻ ഫോർത്ത് ടൈമിൽ ചെയ്യുവാണെങ്കിൽ n മൈനസ് 4 പ്ലസ് 4 ആവും. ഫിഫ്ത്ത് ടൈമിൽ ചെയ്യുമ്പോൾ ടി ഓഫ് n മൈനസ് 4 പ്ലസ് 4 അങ്ങനെ വന്ന് 5ലാണെങ്കിൽ 5, 6 ആണെങ്കിൽ 6 അങ്ങനെ വരും. ഞാനൊരു k ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. k ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എനിക്കത് ജനറലൈസ് ചെയ്ത് 3 ടൈംസ് ചെയ്തപ്പോൾ ടി ഓഫ് n മൈനസ് 3 പ്ലസ് 3. 3 പ്രാവശ്യം ചെയ്തപ്പോൾ ടി ഓഫ് n മൈനസ് 3 പ്ലസ് 3. 4 ടൈം ചെയ്യുമ്പോൾ ടി ഓഫ് n മൈനസ് 4 പ്ലസ് 4. 5 ചെയ്യുമ്പോൾ ടി ഓഫ് n മൈനസ് 5 പ്ലസ് 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ k ടൈം ചെയ്യുമ്പോൾ ടി ഓഫ് n ഇസ് ഈക്വൽ ടു ടി ഓഫ് n മൈനസ് k പ്ലസ് k. ഓക്കെ, ഇനി ഞാൻ അസ്യൂം ചെയ്യുന്നു. എനിക്ക് നേരത്തെ ഇക്വേഷനിൽ എനിക്കറിയാവുന്നത് n-ന് 0 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ടുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് ഞാൻ അവിടെ ആ ഒരു വാല്യൂ ടി ഓഫ് 0 എന്ന് പറയുന്നതാണ് 1 അല്ലേ? n=0 മീൻസ് എന്താണ്? ടി ഓഫ് 0 എന്ന് പറയുന്നത് എന്താണെന്നാണ് ആ ഇക്വേഷനിന് കിട്ടിയേക്കുന്നത്? 1. സോ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു n മൈനസ് k ഇസ് ഈക്വൽ ടു 0. n മൈനസ് k ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ n ഇസ് ഈക്വൽ ടു k. n ഇസ് ഈക്വൽ ടു k ആണെങ്കിൽ ഞാൻ ഈ ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യുന്നു. ടി ഓഫ് n ഇസ് ഈക്വൽ ടു ടി ഓഫ് 0 പ്ലസ് n. ഓക്കെ, ടി ഓഫ് 0 എന്തായിരുന്നു? 1. സോ 1 പ്ലസ് n. 1 പ്ലസ് n എന്ന് പറയുന്നത് പോളിനോമിയൽ വിത്ത് ഡിഗ്രി 1. സോ അതിന് എനിക്ക് എന്ത് എഴുതാം? ബിഗ് O ഓഫ് n, അല്ല എങ്കിൽ തീറ്റ ഓഫ് n, അല്ല എങ്കിൽ ഒമേഗ ഓഫ് n. അപ്പോൾ ഇതെനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഞാനൊരു റെക്കറൻസ് ഒരു കറസ്പോണ്ടിങ് ഒരു ഫങ്ഷനിൽ നിന്ന് റെക്കറൻസ് ടൈമിംഗ് കോംപ്ലക്സിറ്റി എഴുതി, ദെൻ റെക്കറൻസ് ഇക്വേഷൻ എഴുതി, ആ റെക്കറൻസ് ഇക്വേഷൻ സോൾവ് ചെയ്ത് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ടി ഓഫ് n തരും. ആ ടി ഓഫ് n-നെ നിങ്ങൾ സോൾവ് ചെയ്ത് ഓർഡർ ഓഫ് n, ബിഗ് O ഓഫ് n ആണോ, തീറ്റ ഓഫ് n ആണോ, ഒമേഗ ഓഫ് n ആണോ, അല്ലെങ്കിൽ n² ആണോ, n³ ആണോ, ലോഗ് n ആണോ, 1 ആണോ, ഏതാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ മെത്തേഡായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിൽ നിന്ന് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ടൈം കോംപ്ലക്സിറ്റിയിൽ നിന്ന് റെക്കറൻസ് ഇക്വേഷൻ എഴുതുക. റെക്കറൻസ് ഇക്വേഷൻ ഒന്നുമില്ല, ഇതിനെ നമ്മൾ n greater than 0 ആകുമ്പോൾ എഴുതും. അല്ലാത്ത സമയത്ത് എന്താണ് വാല്യൂ എന്ന് പറയുന്നത്? 1 കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യമല്ലേ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമല്ലേ അവിടെ എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത്? 1 എന്നുള്ള കോൺസ്റ്റൻറ്റ്. ഇത് 0 എന്ന് നമ്മൾ ഒരിക്കലും എഴുതത്തില്ല. ആക്ച്വലി n=0 എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനെ വർക്ക് ചെയ്യത്തില്ല. പക്ഷെ അവിടെ നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റത്തില്ല. 0 എന്ന് എഴുതാൻ പറ്റാത്തത് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി ഒരിക്കലും നമ്മൾ 0 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യില്ല. ഓൾവേസ് ഇറ്റ് മേ ബി 1 ഓർ ലാർജർ ദാൻ 1 അങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ മിനിമം വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. 0 എഴുതാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ ടി ഓഫ് n എന്ന് പറയുന്നത് 1 when n=0 എന്ന് കൊടുത്തേക്കുന്നത്. ഒരിക്കലും നമുക്ക് n=0 ആകുമ്പോൾ 0 എന്ന് പറയാൻ പറ്റത്തില്ല. ടൈം കോംപ്ലക്സിറ്റി ഒരിക്കലും 0യിൽ വരില്ല. സോ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയ 1 ആയിരിക്കും നമ്മളവിടെ
യൂസ് ചെയ്യും. ഓക്കെ, ദെൻ വേറൊരു എക്സാമ്പിൾ, ടെസ്റ്റ് ഇൻ ദി n ഗ്രേറ്റർ ദാൻ 0 ഫോർ ലൂപ്പിനകത്ത് ഞാനത് n പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ടെസ്റ്റ് ഫംഗ്ഷൻ റെക്കറൻസ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്നതാണ്. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് ഇഫ് എന്ന് പറയുന്ന കണ്ടീഷന് 1 യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ കറസ്പോണ്ടിങ് അതിനകത്ത് വരുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ കൂടുവെന്നേ ഉള്ളൂ. കഴിഞ്ഞ ഫംഗ്ഷനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഫ് n ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാവുന്നതേ ഉള്ളൂ. കൊടുത്തും ചെയ്യാൻ തെറ്റൊന്നുമില്ല. ഓക്കെ, ഫോർ i is equal to 0 i less than n i plus plus എന്ന് പറയുന്ന ഫോർ ലൂപ്പിൻ്റെ കറസ്പോണ്ടിങ് ടൈം കോംപ്ലക്സിറ്റി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. സോ അതെന്ന് പറയുന്നത് എന്താണ്, n+1 ആണ്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഫോറിൻ്റെതൊക്കെ നേരത്തെ എങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പ്, ഒരു വൈൽ ലൂപ്പ്, ഈഫ് ലൂപ്പൊക്കെ വരുമ്പോൾ കറസ്പോണ്ടിങ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് മുന്നേ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഫോർ ലൂപ്പിൽ ഫോർ i is equal to 0 i less than n i++ ആണെങ്കിൽ അവിടെ വരുന്ന ടൈം കോംപ്ലക്സിറ്റി n+1. ദെൻ പ്രിൻ്റ് എഫ് ചെയ്യാനായിട്ട് നമ്മൾ n ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തേതിനകത്ത് നമുക്ക് ഫോർ ലൂപ്പ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ പ്രിൻ്റ് എഫിന് നേരെ എന്ത് എഴുതിയത്, 1 എഴുതിയത്. ഇതൊരു ഫോർ ലൂപ്പിനകത്താണ് നടക്കുന്നത്, അതായത് n ടൈംസ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രിൻ്റ് എഫ് n യൂണിറ്റ് ഓഫ് ടൈം എടുക്കുന്നുണ്ടാവും. ദെൻ ടെസ്റ്റ് n-1 എന്ന് പറയുന്നത് t ഓഫ് n-1 ടൈംസ് ഇത് നമ്മൾ n ഈക്വൽ ടു 0 ആവുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ അതിൻ്റെ വാല്യൂ t ഓഫ് n-1. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ ടൈം ഫംഗ്ഷൻ t ഓഫ് n എന്ന് പറയുന്നത്. സോ t ഓഫ് n is equal to t ഓഫ് n-1 പ്ലസ് ഇവിടെ നിന്ന് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ n+1 പ്ലസ് n+1 ദാറ്റ് ഇസ് 2n+2. അപ്പോൾ നമ്മുടെ ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, t ഓഫ് n is equal to t ഓഫ് n-1 പ്ലസ് 2n+2. സോ ഞാൻ അതിനെ കറസ്പോണ്ടിങ് ഇവിടെ എനിക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂവും ഒരു n ടേംസും ഒരു n-1 ടേംസും ഉണ്ട്. ഞാൻ അതിനെ ജനറലൈസ് ചെയ്തത് എങ്ങനെ എഴുതുന്നു, റെക്കറൻസ് ഇക്വേഷൻ tn is equal to n equal to 0 ആവുമ്പോൾ 1, അവിടെ 0 എഴുതില്ല, പകരം നമ്മൾ എന്താണ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയ 1 ആയിരിക്കും എഴുതുന്നത്. ഇനി n ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് t ഓഫ് n-1 പ്ലസ് n മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഞാൻ ബാക്കി കോൺസ്റ്റൻറ്റ്സ് എല്ലാം റിമൂവ് ചെയ്തു. ഓക്കെ, 2n+2 എന്നുള്ളതെല്ലാം n എന്തായിരിക്കും, ഓർഡർ ഓഫ് 1 ആണ്. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ n-ൻ്റെ വാല്യൂ ഓർഡർ ഓഫ് 1 ആയതുകൊണ്ട് ആ 2n+2നെ ഞാൻ എന്ത് എഴുതി, പ്ലസ് n എന്ന് മാത്രം എഴുതി. അപ്പോൾ t ഓഫ് n-1 പ്ലസ് n. ഓക്കെ, അപ്പോൾ എൻ്റെ tn ഫങ്ഷൻസ്. ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്ത് അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം. സോ t ഓഫ് tn-1 പ്ലസ് n. ഓക്കെ, ഇനി t ഓഫ് n ഇതാണെങ്കിൽ t ഓഫ് n-1 എന്തായിരിക്കും, t ഓഫ് n-1 എന്തായിരിക്കും, t ഓഫ് n-2 പ്ലസ് n ആയിരുന്നപ്പോൾ എനിക്ക് ഇവിടെ n ആണ് ഫംഗ്ഷൻ കിട്ടിയത്. അപ്പോൾ n-1 ആണെങ്കിൽ അവിടെ n-1 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. സോ ഞാനിവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ t ഓഫ് n എന്ന് പറയുന്നത് എന്താവും, t ഓഫ് n-2 പ്ലസ് n-1 പ്ലസ് n. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ എഴുതുമ്പോൾ t ഓഫ് n-2 പ്ലസ് 2n-1. ഓക്കെ, അങ്ങനെ ഞാൻ എഴുതി പോകുമ്പോൾ എനിക്ക് കിട്ടുന്നത് k ടൈംസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ t ഓഫ് n is equal to t ഓഫ് n-k പ്ലസ് kn-k. ഓക്കെ, അപ്പോൾ അത്രയും ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നേരത്തെ പോലെ ഞാൻ ആ t ഓഫ് 0ക്കാണ് നമുക്ക് 1 വരുന്നത്. അപ്പോൾ t ഓഫ് 0 വരണമെങ്കിൽ n-k എന്തായിരിക്കണം, 0 വരണം. n-k 0 ആണെങ്കിൽ n is equal to k. സോ ഇക്വേഷൻ എഴുതുമ്പോൾ t ഓഫ് n is equal to t ഓഫ് 0 പ്ലസ് n സ്ക്വയർ മൈനസ് n. kയുടെ വാല്യൂ എന്താണ്, n. സോ n ഇൻറ്റു n ഇസ് n സ്ക്വയർ, k is n, സോ മൈനസ് n. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ t ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ എനിക്ക് കിട്ടുന്നത് 1 പ്ലസ് n സ്ക്വയർ മൈനസ് n. ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്, 2 ആണല്ലേ. സോ എൻ്റെ കറസ്പോണ്ടിങ് ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും, ബിഗ് O ഓഫ് n സ്ക്വയർ അല്ലെങ്കിൽ തീറ്റ ഓഫ് n സ്ക്വയർ.
ഓക്കെ, ഇതേമാതിരിയാണ് ഒരു ഫംഗ്ഷൻ തന്നാൽ റെക്കറൻസ് ഇക്വേഷൻ കണ്ടുപിടിക്കണം, റെക്കറൻസ് ഇക്വേഷൻ സോൾവ് ചെയ്യണം, അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് എന്നിൽ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്തു വരുമ്പോൾ കെയിലൊക്കെ കിട്ടുവാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ജനറലൈസ് ചെയ്ത് എന്നിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറച്ച് അസംഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ റെക്കറൻസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യുന്നതാണ് റെക്കറൻസ് ഇക്വേഷൻസ്. എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻസ് ആണ് റെക്കറൻസ് ഇക്വേഷൻസ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 എക്സാമ്പിൾസ് പഠിച്ചു. ഒന്ന് ഫോർ ലൂപ്പ് ഇല്ലാതെ പഠിച്ചു, ഒന്ന് ഫോർ ലൂപ്പോടെ പഠിച്ചു. അപ്പോൾ രണ്ടിലും നമ്മൾ കറസ്പോണ്ടിങ് റെക്കറൻസ് ഇക്വേഷൻ, ആ ഫംഗ്ഷനിൽ നിന്ന് റെക്കറൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ആ റെക്കറൻസ് ഇക്വേഷനെ സോൾവ് ചെയ്തു. നമുക്ക് ഒന്നിൽ ബിഗ് ഒ ഓഫ് എന്നും അടുത്തതിൽ ബിഗ് ഒ ഓഫ് എൻ സ്ക്വയറും കിട്ടും. ഓക്കെ, ഇതേപോലെ ഏത് ഫങ്ഷൻസ് തന്നാലും നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് റെക്കറൻസ് ഇക്വേഷൻ കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് ഓർഡർ ഓഫ് അതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ.